ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വർക്കൗട്ട് സീരീസ് ഡേ 20 ആണ്. അപ്പോൾ 20ാമത്തെ ദിവസത്തിൽ നിൽക്കുകയാണ്. നമ്മൾക്ക് ഇനി 10 ദിവസം കൂടെ മുന്നോട്ട് പോയാൽ മതി. എനിക്ക് കുറച്ച് വന്ന വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ്. നമ്മളെ സ്ഥിരം സെയിം വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് കാരണം കുറേ വർക്കൗട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിക്കുന്ന കാണാൻ എനിക്ക് വീഡിയോ ഇടാൻ എനിക്ക് എന്തോ അത്രയ്ക്കൊരു കാരണം നിങ്ങളെ ബോറടിപ്പിക്കരുത്, കാണുന്ന ആൾക്കാരെ ബോറടിപ്പിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോട് അത്ര ഒരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലും എല്ലാ ദിവസവും ആലോചിക്കും ഇന്ന് എന്ത് വീഡിയോ ഇടും. രാവിലെ ഞാൻ ഡെയിലി കുറച്ച് വർക്കൗട്ട്സ് ഞാൻ ചെയ്യാറുണ്ട്. ജമ്പിങ് ജാക്സ് ചെയ്യാറുണ്ട്, പിന്നെ കിടന്നിട്ട് ചെയ്യുന്ന കുറച്ച് വർക്കൗട്ട്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കൗട്ട്സ് ഞാൻ സ്ഥിരം രാവിലെ ഒരു 50 കൗണ്ട് ചെയ്യാറുണ്ട്. വൈകുന്നേരം ഞാൻ ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ചെയ്തേക്കുന്ന ഒരു 5 or 6 എക്സസൈസാണ്. അത് ഞാൻ 100 കൗണ്ട് വൈകുന്നേരം ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കൂടെ 150 കൗണ്ട് വർക്കൗട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു 10-20 ദിവസമൊക്കെ എത്തുമ്പോൾ അതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതാണല്ലോ. നമുക്കത് അത്രയ്ക്ക് നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് അതൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ദിവസത്തെ എൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ രാവിലത്തെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അപ്പം മനസ്സിൽ തോന്നുക ഇതും കൂടെ ചെയ്തേക്കാം എന്ന് തോന്നി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷേ വൈകുന്നേരം നമ്മൾ വീഡിയോ കൂടെ എടുക്കുന്നതാണ് കൊണ്ട് എന്തിടും എന്നുള്ളത് എൻ്റെ വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം മാക്സിമം കാണുന്ന കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ ചില വീഡിയോസിനൊക്കെ 50, 20, 30 വ്യൂ ഉള്ളൂ. അപ്പം അത്രയും ആൾക്കാരാണെങ്കിൽ പോലും അവർ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ബോറടിപ്പിക്കരുത് എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷനാണ് എന്തിടും, എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും ഞാനപ്പം പിന്നെ ചിന്തിച്ചതൊരു എന്താ പറയുക, എൻ്റെയും ഒരു പരീക്ഷണ വീഡിയോ ആണല്ലോ. കാരണം ഞാൻ നിങ്ങൾക്കൊരു ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് കുറയാം ഒരു ഗ്യാരണ്ടി ഒന്നും പറയുന്നൊരു വീഡിയോ അത് ഞാൻ പറയാം അവസാനത്തെ വീഡിയോയിലായിരിക്കും. കാരണം എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വെയിറ്റ് കുറയും, ഏകദേശം നിങ്ങൾക്ക് എത്ര വെയിറ്റ് വെച്ച് കുറയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ മെയിൻ ഉദ്ദേശം വെയിറ്റ് ലോസ് അല്ല, എൻ്റെ വയറ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ കാണുമ്പോഴൊക്കെ ആൾക്കാർ കാണുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ എന്നുള്ള കാര്യം, വയറൊക്കെ കുറഞ്ഞു, ക്ഷീണിച്ചുല്ലോ എന്ന് പറയുന്നുണ്ട്. ചിലവരത് വളരെ അയ്യോ എന്താ പറ്റിയത്, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുല്ലോ എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടാണെങ്കിലും ക്ഷീണിച്ചുല്ലോ, എന്തെങ്കിലും അസുഖം വന്നിട്ടാണോ ക്ഷീണിച്ചത് എന്നുള്ള രീതിയിൽ ആണ് ചോദിക്കുന്നതെങ്കിലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മളതിനു വേണ്ടി ക്ഷീണിക്കുക എന്നുള്ളതല്ല, ഒരുപാട് ക്ഷീണിച്ച് മെലിയുക എന്നുള്ളതല്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടത് എൻ്റെ വയറ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് എനിക്കൊരു ഉറപ്പില്ല നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറച്ചെടുക്കാം എന്നെനിക്ക് ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഏകദേശം അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കിത് എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാം എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് വെയിറ്റ് ലോസ് എനിക്ക് ഒരുപാടില്ല. പക്ഷെ എനിക്ക് വയറ് നന്നായിട്ട് എന്താ പറയുക, നമ്മൾ പറയില്ലേ വയർ ലോസ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം. ആദ്യം ഇന്ന് നമ്മളിത് ഇതുപോലെ ഇരുന്നിട്ടുള്ള വർക്കൗട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സൈഡ് ഫാറ്റിനൊക്കെ നല്ലതായിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ സൈഡിലേക്ക് ബെൻഡാവുന്നത്. സൈഡ് ഫാറ്റൊക്കെ ലോസ് ആവാൻ നല്ലതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡാവുക, 2 സൈഡിലേക്കും ബെൻഡാവുക, സൈഡ് ഫാറ്റിനൊക്കെ നല്ലതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ട്വിസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റിംഗ് വളരെ നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിതുപോലെ സൈഡിലേക്ക് 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അടുത്തത് നമ്മൾ ഇതുപോലെ ഇരുന്നിട്ടുള്ളൊരു വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, എന്നാലും നല്ല വർക്കൗട്ടാണ് കേട്ടോ. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. അടുത്തതും നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടോ. ശരിക്കും ഈ ലാസ്റ്റ് 2 ചെയ്തേക്കുന്ന വർക്കൗട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഡെയിലി 200 ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒരു ദിവസം അത് മാത്രം ചെയ്താൽ മതി, അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 1,
2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ദിവസം 100 കൗണ്ട്സ് വെച്ച് ചെയ്യാൻ നോക്കുക. അതായത് ഒന്നില്ലെങ്കിൽ രാവിലെ 50 വൈകുന്നേരം 50 ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സെറ്റ് 50 ആയിട്ട് ചെയ്ത് തീർന്ന് റെസ്റ്റ് എടുത്ത് അടുത്ത സെറ്റ് ചെയ്യുക.